എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു മാഗ്ന സ്റ്റുഡിയോ ബോക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇന്ന് ഞാൻ കുറച്ച് കോസ്റ്റ്യൂംസ് എനിക്ക് റെഡിയാക്കാനുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ ഏഷ്യാനെറ്റിലൊരു പ്രോജക്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഏത് പ്രോജക്റ്റാണ്, എന്താ ക്യാരക്ടർ എന്നൊന്നും ഇപ്പോൾ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. കാരണം മേ ബി ഈ വ്ളോഗ് ഇടുമ്പോഴത്തേനും ചിലപ്പോൾ അത് ടെലികാസ്റ്റ് ആയതിനു ശേഷമായിരിക്കും ഞാൻ ഇടുക. പക്ഷേ ഇൻ കേസ് അതിന് മുൻപ് ഇടുവാണെങ്കിൽ അത് റിവീൽ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ധാവണിയാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ കോസ്റ്റ്യൂം. ഓക്കെ, അപ്പം നമ്മളത് റെഡിയാക്കാൻ വേണ്ടി പോകണം. അപ്പം കുറച്ച് ധാവണീസ് എനിക്ക് എടുക്കാനുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പോൾ ഹൃദയത്തിൻ്റെ ഷൂട്ടിലാണ്, ട്രിവാൻഡ്രത്താണ്. ഇവിടെ എവിടെയാണ് ധാവണി കിട്ടുക എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. എന്നാലും പോത്തീസിൽ എനിക്കൊരു വിശ്വാസമുണ്ട്, മേ ബി അവിടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്നാൽ കുറച്ച് ധാവണി റെഡിയാക്കാൻ പോവാം. ആക്ച്വലി എക്സൈറ്റ്മെൻറ്റ് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഏഷ്യാനെറ്റിൽ കുറേ ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ വീണ്ടും അങ്ങോട്ടേക്ക് ഒരു റീ എൻട്രി ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ചന്ദനമഴയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷം എങ്ങനെയും ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ആക്ച്വലി ചന്ദ്രമഴയ്ക്ക് ശേഷം ഞാൻ തമിഴിൽ വെച്ച് പ്രോജക്റ്റ് ചെയ്തായിരുന്നു, പിന്നെ സീ കേരളത്തിൽ മിസ്സസ് ഹിറ്റ്ലർ ചെയ്തു, പിന്നെ സൂര്യ ടി വിയിൽ വെറുതെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഏഷ്യാനെറ്റിലേക്ക് കയറുന്നതിനൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അവിടുത്തെ ഒരു പ്രോജക്റ്റ് കിട്ടിയതിൽ വളരെ സന്തോഷവതിയാണ് ഞാൻ, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സമയം കളയാണ്ട് വേഗം ധാവണി റെഡിയാക്കാൻ പോവാം. കമാ. അങ്ങനെ അമ്മയും ഞാനും കൂടെ പോത്തീസിലെത്തി കേട്ടോ. അപ്പം നേരെ ഞാൻ വേറെ ഒന്നും നോക്കാൻ നിന്നില്ല, വേറെ അതൊന്നും നോക്കി സമയം കളയണ്ടെന്ന് വെച്ച് നേരെ ധാവണിയുടെ സെക്ഷനിലേക്കാട്ടോ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കണേ. അങ്ങനെ ധാവണിയുടെ സെക്ഷൻ എത്തി കേട്ടോ. അപ്പോൾ കുറച്ച് ഹെവി ധാവണീസ് ആയിരുന്നു കേട്ടോ, അതായത് ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ധാവണീസ് ആണ് ഞാൻ ഫസ്റ്റ് കണ്ടത് കേട്ടോ. ആ സെക്ഷൻ മാത്രമേ ഉള്ളൂ അവിടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരി, എന്നൊരു 2 എണ്ണം സെലക്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഫംഗ്ഷൻ സീൻസ് ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഇടാലോ എന്ന് വെച്ചിട്ട്. ഈ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിന്റെ ഷോൾ എനിക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ തളർന്ന് കിടന്നോളൂ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അടുത്തത് ഒരു പെയിൽ ഷെയ്ഡായിരുന്നു, അത് എനിക്ക് ഇഷ്ടമായി കേട്ടോ. പക്ഷെ ഫ്രെയിമിൽ വരുമ്പോൾ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് ഫ്രെയിമിൽ നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് തന്നെ അങ്ങ് എടുക്കാം, ഇതൊരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിന്റെ ഷോൾ കുറച്ച് ഹെവി ആയിരുന്നു, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പുഫ് ഉണ്ടാവും തോന്നി. അപ്പൊ ഞാൻ വേറെ സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഈ ബ്ലാക്ക് ആൻഡ് റെഡ് ഒരെണ്ണം നോക്കിയേ. പിന്നെ ഒരു ഗ്രീനും അതുപോലെ തന്നെ പിങ്കും കോമ്പിനേഷൻ, ഈ കോമ്പിനേഷനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഞാൻ പ്രത്യേകം പറയണ്ടായിരുന്നു, ഷോൾ ഇങ്ങനത്തെ മെറ്റീരിയൽ ആയിരിക്കണം, ഇങ്ങനെ ഒരുപാട് കസവ് വരുന്നത് വേണ്ടാന്ന് ഇങ്ങനെ പ്രത്യേകം പറഞ്ഞ് അങ്ങനെ നോക്കിയിട്ടാട്ടോ സെലക്ട് ചെയ്ത്. ഇത് പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഷോള് വരുന്നത് ഇതുപോലെ ബ്ലൂ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. ആക്ച്വലി ഇത് വേറൊരു ധാവണിയുടെ ഷോള് വെച്ച് ഞാൻ മാച്ച് ചെയ്തതാണ്. പിന്നെ അതിന്റെ തന്നെ ബ്ലൗസ് പീസ് വരുന്നത് ഒരു പിങ്കും അതന്നെ സെയിം പാവാട അതേ ഇത് തന്നെയാ കേട്ടോ. ലാസ്റ്റ് ഈ 2 സെറ്റാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പൊ അങ്ങനെ ഹെവി 2 ധാവണി കിട്ടി. ഇനി അടുത്തത് നമുക്ക് വീട്ടിൽ നിൽക്കുന്ന പോലത്തെ കുറച്ച് ധാവണീസ് സെറ്റ് ചെയ്യണം, വീട്ടിൽ നിൽക്കുന്ന സീൻസിന് ഇടാൻ വേണ്ടിയിട്ട്. സോ അതിന് കുറച്ച് നോർമൽ ആയിട്ടുള്ള സാരി എടുത്തിട്ട് പാവടയും ബ്ലൗസും തയ്പ്പിച്ചിട്ട് ഷോളിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമുക്ക് തുണി വാങ്ങിച്ച് തയ്ക്കാന്ന് വിചാരിച്ചു. ഓക്കെ, സാരിയുടെ ഇതൊരെണ്ണം നല്ല ഭംഗിയായിട്ട് തോന്നി. ഇത് പാവടയും ബ്ലൗസായിട്ട് സെറ്റ് ചെയ്ത ഭംഗി ഉണ്ടാവും തോന്നി. പിന്നെ അത് ഈ ഒരു കളർ ഷെയ്ഡ് എടുത്തു. ഇതിന്റെ മെറൂൺ ഷോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കും തോന്നി. ഇത് ആക്ച്വലി റെഡ് ആൻഡ് ഗ്രീൻ ആട്ടോ, അത് എന്തുകൊണ്ട് ഈ പിങ്ക് ആയിട്ട് കാണുന്ന അറിയില്ല. പിന്നെ ഈ ഒരു സാരിയും കൂടെ എടുത്തായിരുന്നു കേട്ടോ. സോ ഈ ടൈപ്പ് തന്നെ ഒരു 3 എണ്ണം ഞാൻ 3 കളേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും, ഷോള് ഭംഗി ഉണ്ടാവും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പോ ഒരു പിങ്ക് ആണെങ്കിൽ ബ്ലൂ, ഇപ്പൊ ഇതിനാണെങ്കിൽ ഒരു മെറൂൺ കളർ ഷോള്. പിന്നെ നമ്മൾ വിരിച്ചു നോക്കുന്നത് നമ്മുടെ എപ്പോഴും ഒരു വീക്ക്നെസ് ആണല്ലോ. ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ, നമ്മൾ എന്ത് സെലക്ട് ചെയ്താലും ഞാനൊന്ന് വിരിച്ച് അതിന്റെ ഭംഗിയൊക്കെ ഒന്ന് കാണും. അടുത്തത് നമ്മൾ ഇനി ഷോൾ എടുക്കാൻ വേണ്ടി പോണേ. ഇതിനാണ് ഫസ്റ്റ് എടുക്കാൻ പറ്റുന്നത്. ആക്ച്വലി റെഡ് ആൻഡ് ഗ്രീൻ ആട്ടോ, എന്തുകൊണ്ട് ഇങ്ങനെ പിങ്ക് ആയിട്ട് കാണുന്നെന്ന് എനിക്കറിയില്ല. അപ്പൊ നേരെ ഞാൻ എന്താ ഷിഫോണിന്റെ സെക്ഷനിലെത്തി. അതിൽ കുറച്ച് ഗ്ലേസിംഗ് മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോഴത്തേനും ഇവിടെ ഈ സെക്ഷനിൽ അത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ പറഞ്ഞു ആക്ച്വലി ഈ ഗ്രീൻ ആണ് നല്ലത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തൊട്ടിപ്പുറത്തെ ഗ്രീൻ അല്ലേ നല്ലത് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോ രണ്ടും കൂടെ വെച്ച് നോക്കിയപ്പോ എനിക്ക് ഫ്രെയിമിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ കളറാണ്. അപ്പൊ ഇതങ്ങ് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. നന്നായിട്ടുണ്ടാവില്ലേ? കുറെ നാളായില്ല ഇങ്ങനെ പർച്ചേസിന് വന്നിട്ട്. പിന്നെ ഈ പോത്തീസിൽ വന്നിട്ട് വർഷങ്ങളായി. എപ്പോഴും ഞാനിവിടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു ചന്ദനമഴ സമയത്ത്. ഇപ്പൊ തിരിച്ച് വന്നിരിക്കുന്നുണ്ട്. ഭയങ്കര ഒരു മെമ്മറീസ് ആണ് എനിക്ക് ഇവിടെ.
ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ധാവണിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നോക്കിയപ്പോൾ അവിടെ റാപ്പ് റൗണ്ട് സ്കേർട്സ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അപ്പൊ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കാട്ടും കൂടുതൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റാപ്പ് റൗണ്ട് സ്കേർട്ട്. അപ്പോൾ അമ്മ വീട്ടിലിടാനായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്, പുറത്തേക്കല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു കളർ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. നല്ല രസമില്ലേ? പിന്നെ എനിക്ക് ജീൻസിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ടീഷർട്സ് എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ടീഷർട്സ് ഞാൻ സെലക്ട് ചെയ്ത് ഓൾറെഡി വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ടീഷർട്ട് ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടമായത് വേറൊന്നും കൊണ്ടല്ല, റാണി പിങ്ക് എന്റെ ഫേവറേറ്റ് കളറാണ്. അത് മാത്രമല്ല, ഡു ഇറ്റ് എന്നും പറഞ്ഞൊരു സംഭവം, അത് ഡോണ്ട് ക്വിറ്റ് എന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അങ്ങനെ ഒരെണ്ണം എടുത്തതാണ്. പിന്നെ ഈ പിങ്ക് സ്ട്രൈപ്സ് ഉള്ള ടീഷർട്ട് അത് ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് അത് കിട്ടിയത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര സന്തോഷമായി. അങ്ങനെ മൊത്തത്തിലൊരു 4-5 ടീഷർട്ട് വാങ്ങിച്ചു. അപ്പൊ അതിന്റെ സന്തോഷം കുറേ നാളോട് ചെയ്തൊരു ഷോപ്പിങ്ങിന്റെ സന്തോഷമായിട്ട് കാണണേ. ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും അവിടെ നിന്നൊക്കെ പഴംപൊരിയും ബീഫും. ഇത് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടില്ല. അത് കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് ഗൈസ് അത് തീർന്നു പോയി എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ റാപ്പ് കഴിച്ചിട്ട് അമ്മയൊക്കെ ഒരു കണക്കിനാ റാപ്പ് എടുത്ത് കഴിച്ചത്. പിന്നെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ധാവണിയൊക്കെ തയ്ക്കാൻ കൊടുത്ത് ഞാൻ നേരെ റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് അമ്മയുടെ 2 ടോപ്പ് വാങ്ങിച്ചത് ഞാൻ കാണിക്കാൻ മറന്നുപോയെന്ന് അപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. പിന്നെ എന്റെ ടീഷർട്സ്, നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒരു നോക്കൽ സെറമണി ഉണ്ട് അല്ലേ. അത് എനിക്ക് മാത്രമാണോ ഉള്ളത്, എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉള്ളവരെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണേ. ഇങ്ങനെ റൂമിൽ വന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഇട്ട് നോക്കുക, അതിന്റെ ഭംഗി നോക്കുക, അതെനിക്കൊരു ശീലമാണ് കേട്ടോ. എനിക്ക് വേണ്ടി വാങ്ങിച്ചൊരു റാപ്പ് റൗണ്ട് സ്കേർട്ടാണിത്. ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചത്. അപ്പം ഞാൻ എന്താ തിരിച്ച് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ ഷൂട്ടിലാണ് ഞാൻ. അപ്പോൾ നൈറ്റ് എന്തെങ്കിലും ഒരു സാലഡ് പോലെ കഴിക്കാമെന്ന് വെച്ചു. കാരണം അവിടെ നിന്ന് ചിക്കൻ്റെ റാപ്പ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഫിൽഡായി കേട്ടോ. അപ്പോൾ എനിക്കിനിപ്പോൾ ഒന്നും വേണമെന്നില്ല. പിന്നെ നൈറ്റിനിപ്പോൾ വിശക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചൊരു സാലഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് നമ്മുടെ കുക്കുംബർ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലെ കുക്കുംബർ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ പിന്നെ കുക്കുംബർ സാലഡ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചെയ്താലോ? ഫസ്റ്റ് തന്നെ കുക്കുംബർ ഇതുപോലെ കുട്ടി കുട്ടി സ്ലൈസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇച്ചിരി ഉപ്പിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ, ഒരു 15 മിനിറ്റ്സ്. അപ്പൊ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവുമ്പോൾ ഞാൻ എന്തിനാ കരയണമെന്ന്. ഞാൻ കരഞ്ഞതില്ല ഗൈസ്. ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സവാള അരിഞ്ഞതാണ്. ആർക്കൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം? എനിക്ക് എപ്പോഴുള്ള പ്രോബ്ലം ആട്ടോ അത്. അങ്ങനെ ഞാൻ സവാളയും കൂടെ കുട്ടി കുട്ടിയായിട്ട് അരിഞ്ഞിട്ട് നേരെ ഇതിലേക്കൊന്ന് ഉപ്പിട്ട് ഒന്ന് പെരട്ടി വെച്ച് നൂറാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഇത്രയും വെള്ളം വരും. അതൊന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് തൈരും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ പെപ്പർ പൊടി ഇടുക, പിന്നെ മുളക് പൊടി. ഇത് ഓരോരുത്തരുടെ അളവിൻ എങ്ങനെയാന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അതിന്റെ മുകളിൽ കുറച്ച് ഹണിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാലഡ്സിൽ കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ അമ്മയ്ക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടോ. ആക്ച്വലി ഞങ്ങൾ ശരിക്കും ഡിന്നർ ഇതാണ്. ഫ്രോപ്പൊക്കെ വെറുതെ സൈഡ്, അത്രേ ഉള്ളൂ. അപ്പൊ ആക്ച്വലി നമ്മൾ ഈ ഉപ്പിലിട്ട് വെച്ച് ഈ വെള്ളം ഊറ്റി കഴിയുമ്പോണ്ടല്ലോ കുക്കുംബർ ഭയങ്കര ക്രിസ്പി ആകും. ഓക്കെ, അപ്പൊ അമ്മയായിട്ട് ഞാൻ ചോദിച്ചപ്പോ ഞാൻ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞേ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ കാര്യം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. ഇനിയിപ്പോ നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കണം. ആർക്കൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ശീലം? അവിടെ നിന്ന് നമ്മൾ എത്രയൊക്കെ ഇട്ട് നോക്കിയാലും നമ്മുടെ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ ഇട്ട് നോക്കാന്ന് പറയണത് അതിൻ്റെ ഒരു സന്തോഷം വേറെ. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ. ഓക്കെ, അപ്പോൾ ഇനി നാളെ വീണ്ടും ഞാൻ ഷൂട്ടിലേക്ക് പോവാണ്. നാളെ തൊട്ട് കണ്ടിന്യൂസ് ഷൂട്ടാണ് കേട്ടോ. അപ്പം എന്നാ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ.